കൂടുതലും നോക്കണ്ട, ഇത് നമ്മുടെ അറേബ്യൻ പാലസ് തന്നെയാണ്. അറേബ്യൻ പാലസിലെ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കേട്ട് നമ്മുടെ അറേബ്യൻ പാലസിൻ്റെ കുഴിമന്തി നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ് നൽകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ആയിരുന്നു നമ്മളുടെ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ അവരുടെ ഒരു പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു കുഴിമന്തി അങ്ങ് വാങ്ങിച്ചേക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുഴിമന്തിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്, ഒരു സ്പെഷ്യൽ ചിക്കൻ കുഴിമന്തി. അപ്പോൾ അതൊരെണ്ണം ഞാനങ്ങ് വാങ്ങിച്ചത്. അത് സ്പെഷ്യലായിട്ടുള്ള മസാലയൊക്കെ കൊണ്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു തരം കുഴിമന്തിയാണത്. അത് കണ്ടില്ലേ, ചിക്കനിൽ തന്നെ ധാരാളം മസാലയൊക്കെ പിടിച്ച് നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. നോർമൽ കുഴിമന്തിയിൽ അത്രക്കധികം മസാല ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കുഴിമന്തിയിൽ അത്യാവശ്യം നല്ലൊരു മസാലയൊക്കെ ആയിട്ടുള്ള ഒരു കുഴിമന്തിയാണത്. ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇതിന് ഹാഫ് കുഴിമന്തിക്കും 340 രൂപയാണ് വരുന്നത്. പക്ഷേ ഒരു 3-4 ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിൽ ഒരു റൈസൊക്കെ ആയിട്ട് നന്നായിട്ട് തരുന്നുണ്ട്. കൂടെ കുഴിമന്തിയുടെ കൂടെ തന്നെ നമ്മുടെ സ്ഥിരം സാധനം മയോണൈസ്, പിന്നെ ഒരു ടൊമാറ്റോ സോസ് പോലത്തെ ഒരെണ്ണം, പിന്നെ ഒരു മറ്റേ പുതിന ചട്നി. അത്യാവശ്യം നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കുഴിമന്തി കഴിക്കാനായിട്ട്. പക്ഷെ കഴിച്ച് തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ച കുഴിമന്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്കിവിടെ അറേബ്യൻ പാലസിൻ്റെ കുഴിമന്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈവനിങ്ങിൽ ഞങ്ങളൊരു പിടിയങ്ങ് പിടിച്ചത്. വൈകിട്ടുള്ള സമയത്ത് കുഴിമന്തി കഴിക്കാൻ നല്ലൊരു രസമാണ്. അത് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ കൂട്ടത്തിലേക്ക് കുഴിമന്തിയും കൂടി കഴിക്കാനുണ്ടാവും. നല്ലൊരു പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ കുഴിമന്തി. ചായയും കുഴിമന്തിയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനും വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് ഒരു കുഴിമന്തി ഞങ്ങൾ പിടിയങ്ങ് പിടിച്ചു. ധാരാളം റൈസ് ഉണ്ടായിരുന്നു. ഇവരുടെ സ്പെഷ്യൽ അത് തന്നെയാണ്, നല്ല ക്വാണ്ടിറ്റി റൈസ്. അതുണ്ട്, റൈസ് തന്നെ നല്ല ലോങ് അരിയുടെ റൈസായിരിക്കും നമുക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ നല്ല അടങ്ങി നല്ല ടേസ്റ്റി ആയിരിക്കും ആ ഒരു റൈസിന് തന്നെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സാലഡ്സ് ഉണ്ടാക്കും. സ്ഥിരം കുക്കുംബർ തന്നെയല്ല, പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല ഈ സാലഡ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഈ കുഴിമന്തിയുടെ കൂടി ഇവരുടെ തന്നെയുള്ള ആ മയോണീസും പിന്നെ ചട്നിയും ഇതെല്ലാം കൂടി ഒന്ന് പിടിപിടിക്കാണ്ടല്ലോ, നല്ല സൂപ്പറാണ് മോനെ.